തീർത്ഥാടന കേന്ദ്രമായ അടുത്ത സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലെ തിരുനാൾ ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീർത്ഥാടന കേന്ദ്രമായ അടുത്ത സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാൾ ഈ മാസം 27 മുതൽ മെയ് 14 വരെ നടക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ആഘോഷ പരിപാടികൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പ്രയാണത്തിനൊപ്പമുള്ള ചെണ്ട, പടക്കം അടക്കമുള്ള എല്ലാം ഒഴിവാക്കി. ഞായറാഴ്ച പുലർച്ചെ മുതലുള്ള തിരുക്കർമ്മങ്ങൾക്ക് ശേഷം രാവിലെ 7-ന് വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ കൊടിയേറ്റ് നിർവഹിക്കും. ഏപ്രിൽ 14-ന് 8-ാമിടത്തോടെ തിരുനാൾ സമാപിക്കും. വൈകുന്നേരം 4-ന് തിരുസ്വരൂപം എഴുന്നള്ളിച്ചുള്ള പട്ടണ പ്രദർശനം കുരിശടിയിലേക്ക് നടക്കും. തുടർന്ന് കൊടിയിറക്കം. രാത്രി 9-ന് തിരുസ്വരൂപം തിരുനടയിൽ പ്രതിഷ്ഠിക്കുന്നതോടെ പെരുന്നാൾ സമാപിക്കും. എടത്വ പ്രദേശത്തിൻ്റെ വലിയൊരു സ്നേഹസാന്നിധ്യമാണ് എടത്വ ദേവാലയം. ആത്മീയ കാര്യങ്ങളോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ എടത്വ ഇടവക ചെയ്യുന്ന ശുശ്രൂഷകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എടത്വ ഇടവകയോട് ചേർന്ന് നമുക്ക് എടത്വ വലിയ പള്ളി ഏതാണ്ട് 1200 കുടുംബങ്ങളാണ് എടത്വ സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുള്ളത്. കൂടാതെ 4 കുരിശുപള്ളികൾ എടത്വയ്ക്കുണ്ട്. അവിടെയും എല്ലാം കൂടെ ഒരു 1000-ഓളം കുടുംബങ്ങളുണ്ട്. പിന്നെ അതിനു മുമ്പ് പിരിഞ്ഞുപോയ പള്ളികളും ഏതാണ്ട് പച്ച ചെക്കടിക്കാട് അതുപോലെ പിന്നെ പാണ്ടിയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിരിഞ്ഞു പോയതാണ്. എങ്കിലും ഏതാണ്ട് 2200-ഓളം കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എടത്വ ദേവാലയം. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ തിരുനാളും വളരെ പ്രസിദ്ധമാണ്. എല്ലാവരുടെയും ഒരുമിച്ച് ചേരാൻ, കാരണം തിരുനാളോടനുബന്ധിച്ചാണ് എല്ലാ കുടുംബങ്ങളിലും ആളുകൾ വിദേശത്തു നിന്നൊക്കെ എത്തി ഈ തിരുനാൾ ആഘോഷിക്കും പതിവുള്ളത്. എടത്വപാട് വളരെ പ്രത്യേകതയാണ്. കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വലിയൊരു സാന്നിധ്യമുണ്ട്. നമ്മൾ കണക്കെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു 50 ലക്ഷത്തോളം ആളുകളുടെ ഒരു സാന്നിധ്യം വർഷങ്ങളിൽ വന്നു പോകുന്നുണ്ട് ഈ തിരുനാൾ ദിവസങ്ങളിൽ. ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെയാണ് തിരുനാൾ നടക്കുന്നത്. ഏപ്രിൽ 27 രാവിലെ 5:45 കുർബാനയെ തുടർന്ന് കൊടിയേറ്റും. തുടർന്ന് പിന്നീട് ദിവസങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ 3 വിശുദ്ധൻ്റെ തിരുസ്വരൂപം നമ്മൾ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിക്കുന്നു. 6-7 പ്രധാനപ്പെട്ട തിരുനാൾ ദിവസങ്ങൾ. അതിനുശേഷം 14 8-ാമിടം. അങ്ങനെയാണ്, അതോടുകൂടിയാണ് കൊടിയിറക്കോടുകൂടിയാണ് നമ്മുടെ ഈ തിരുനാൾ ഔദ്യോഗികമായിട്ട് അവസാനിക്കുന്നത്. എങ്കിലും എപ്പോഴും വർഷത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും തീർത്ഥാടകരുടെ വലിയ സാന്നിധ്യമുള്ള ഒരു ദേവാലയം തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ആളുകളുടെ സാന്നിധ്യം, തീർത്ഥാടക സാന്നിധ്യം എടത്വയിലുണ്ട്.